ഹലോ ഓൾ, അപ്പോൾ നമ്മുടെ യാത്രയുടെ ഒരു റൂട്ട് മാപ്പാണ് കേട്ടോ. കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ടു കൊൽക്കത്ത ടു ഹനോയ്, ഹനായ് ടു ദനാങ്, ഇത്രയാണ് കേട്ടോ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. ഹൊയാങ്ങിലാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നോർത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ സെൻറ്ററിൽ എത്തി നിൽക്കുകയാണ് കേട്ടോ. നമ്മളൊരു സാങ്ച്വറി കാണാൻ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഹിന്ദുഷ് കൾച്ചർ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അതിനെ പറ്റിയുള്ള വ്ളോഗ് ആണ് എടുത്തത്. 1:30 ഈ സമയം 11:45. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് ഹോച്ചിമിൻ സിറ്റിക്ക് ഫ്ലൈറ്റ് എടുത്ത് പോകണം. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് 3 മണിക്കാണ്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകും. വിജയ് ടിക്കറ്റ് എടുക്കുകയാണ്. ഒരു ടിക്കറ്റിന് 150 രൂപ വെച്ചിട്ട്. ഇതാണ് കേട്ടോ. നിനക്കെന്താ ചീങ്ങുന്നുണ്ടോ? ഒരു വക കണ്ണടയും ടൈയും. നീയാണല്ലോ കോടതി. ഹായ്, ഇതൊരു ഇന്ത്യൻ ഒരു സെറ്റപ്പാണല്ലോ. ഇന്ത്യൻ പാർട്ണർഷിപ്പിലുള്ള ഒരു സംഭവമാണ് കേട്ടോ. പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ബസ്സുണ്ട്, ആ ബസ്സിന് കയറും. പോകാൻ പോകണം കേട്ടോ. എൻട്രൻസിൽ കൂടെ നമ്മൾ ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾ കയറിയിരിക്കുകയാണ് കേട്ടോ. ഡ്രൈവർ എത്തി പോവാണ്. നമ്മുടെ പോകുന്ന വഴി നമ്മൾ റീച്ച് ആയിട്ടോ. അവിടെ കുറച്ച് നടക്കാനാണ് പറഞ്ഞത്. ഇത് കാമാൻകോട്ടയായിട്ടുള്ള സ്ഥലമാണ്. എന്നാൽ പാതയൊക്കെ പോകണം കേട്ടോ. എൻ്റെ ഒരു മൈൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റേ ചോള രാജാക്കന്മാർ വന്നിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ഹിസ്റ്ററി ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഒരു ഇന്ത്യൻ കൾച്ചർ വരാനോടൊരു ചാൻസ് ഞാൻ കാണുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഹിസ്റ്ററി. പറഞ്ഞു എന്നെ പിടിക്കണ്ട. അങ്ങനെ ഒരു മേജർ റിലീജിയസ് സെൻ്ററാണ് ഈ സാങ്ച്വറി. ഒരു 13 സെഞ്ചുറി. അത് ചോളാസിന്റെ കാലത്താണ്. ചമ്പാ കിങ്ഡം മെയിനായിട്ട് ശിവനെ, നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ ഇന്ത്യ വിയറ്റ്നാം പാർട്ണർഷിപ്പ് അവിടെ വെച്ചിട്ടായിരുന്നു ഫ്രണ്ടില്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതൊരു ടെമ്പിളാണ് തോന്നുന്നത്. ഇത് ടെമ്പിളോ രാജകൊട്ടാരോ എന്തോ ആണ്. അയ്യോ, 13th സെഞ്ചുറിൻ്റെയാണ് കേട്ടോ അത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ശിവലിംഗമാണെന്നാണ് വിചാരിക്കുന്നത്. അവിടെ സ്കാനർ ഉണ്ട് കണ്ടോ. അത് വെച്ച് സ്കാൻ ചെയ്തിട്ട്. പക്ഷെ ഇതൊക്കെ പുതിയതാണെന്ന് തോന്നുന്നുണ്ടല്ലേ. ഈ കല്ലൊക്കെ പുതിയതാകുന്നുണ്ട്. ഇത് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ സാധനം. ദേബിജുവിൻ്റെ മുകളിലേക്ക് കയറുന്നുണ്ട് ഒരു കുരങ്ങനെ പോലെ. മറ്റൊരു കുരങ്ങൻ. അയ്യോ, റീസ്ട്രക്ചർ ചെയ്തിരിക്കുന്ന തോന്നുന്നുണ്ട്. ലൊക്കേഷൻ ആണ് കേട്ടോ അതിൻ്റെ. അവിടെ നിന്ന് ഇറങ്ങാണ്. ഇതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുന്ന ടൈമിൽ
അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫോട്ടോ കിട്ടും കേട്ടോ. എന്നാ നീ തിരിഞ്ഞോ? ഇതൊരു ടെമ്പിൾ ലൈക്കാണ് കേട്ടോ. പക്ഷേ ഒരു ടെമ്പിൾ ലൈക്ക് സ്ട്രക്ചറാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇതേ നന്ദിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ടെമ്പിൾ ലൈക്ക് സ്ട്രക്ചറാണ്. ആർക്കിയോളജി ഓഫ് സർവേയുടെ ഒരു കണക്ഷൻ ഉണ്ട് ഇവരായിട്ട്. സോ അവരും കൂടെ ആയിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വിയറ്റ്നാമും കൂടെ പാർട്ട്ണർഷിപ്പിലാണ്. 13-ാം നൂറ്റാണ്ട് തൊട്ട് നിൽക്കുന്ന ഒരു സ്ക്രിപ്റ്റേഴ്സാണ് കേട്ടോ അത്. ഇതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ അത്. ഇതിൽ പ്രത്യേകിച്ച് കൊത്തുപണിയൊന്നുമില്ല. ഉണ്ടായിരുന്നു ആ കല്ലില്ല അവിടെ. ആ കല്ല് ശിവലിംഗം. അതിൻ്റെ ശിവലിംഗം ഞാൻ ചുമ്മാ പറഞ്ഞു. എൻ്റെ അതല്ല, എന്നത്തെ രാജ സോഴിയാണ്. ഒരു ശിവലിംഗം ഇവിടെ ഉണ്ട്. 13th സെഞ്ച്വറിയുടെ. ഈ കല്ല് അവിടെ ഇല്ലാത്തോണ്ടല്ലേ അതല്ല പറഞ്ഞത്. ഒരു ഫോട്ടോ എടുക്കുക. അത് രാജാവല്ല ഉദ്ദേശിക്കുന്നത്, പണ്ടത്തെ കാലഘട്ടത്തിലുള്ള കൊണ്ടെടുക്കേ. അത് പിന്നീട് വന്നിട്ടുള്ള രാജാക്കന്മാരാരെങ്കിലും ചെയ്തായിരിക്കും. കണ്ടോ, ഇവിടുന്ന് ആ സംഭവം തന്നെ അത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള അരുവിയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ചോള രാജാക്കന്മാർ വെള്ളം കുടിച്ചിരുന്നത്. നീ വാ പൊളിക്കരുത് പ്ലീസ്. അതറിയേണ്ടി വരുന്നിട്ട് എൻ്റെ ദൈവമേ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ഇവരുടെ കാല് കഴുകിയിട്ട് അമ്പലത്തിൽ അടുത്ത ലൊക്കേഷനാണ് കേട്ടോ അത്. ഞങ്ങളുടെ അവിടുത്തെ മെയിൻ ഹിസ്റ്റോറിക്കൽ പ്ലേസ്. പിന്നെ എൻട്രൻസ് കേട്ടോ. ടെമ്പിൾ തന്നെയാണ് തോന്നുന്നത്. കണ്ടുപിടിച്ചത് 1980-ലാണ്. ആണോ? പിന്നെ ഇന്തോനേഷ്യ ആയിട്ടൊക്കെ ഇതിന് കൾച്ചറൽ സാമ്പിൾസ് ഒക്കെ ഉണ്ട്. കംബോഡിയ, ഇന്തോനേഷ്യ ഒക്കെയാണ് കണക്ട് ചെയ്യുന്നത്. വലിയ ലിംഗം കാണാനില്ല. അതിർത്ത് ആരെങ്കിലും ഉണ്ടോ? സസ്പെൻസ് ഒക്കെ ചെയ്യും. ഒന്നുമില്ല, തിരിച്ചു പോന്നില്ല. ഞാൻ ചാടില്ല. അതിന് അതിൻ്റേതായുള്ളൊരു ചാരുതയുണ്ട് കാണാൻ. ഇതാണ് എന്തൊക്കെ സയൻസ് ഉണ്ട് കേട്ടോ. റീബിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇതിൻ്റെ താഴ്ത്തെന്തുണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇവിടെ വേറെ സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു കല്ല് മാത്രം. ഇത് റീസെൻ്റ്ലി റീമെയ്ഡ് ചെയ്തിട്ടുള്ള സ്ട്രക്ചേഴ്സ് പോലെയാണ് തോന്നുന്നത്. ബട്ട് ഫൈൻ.
പഴയ അമ്പലത്തിൻ്റെ ശേഷിപ്പാണ്. അവിടെ നിന്ന് ഒരു ബിൽഡ് തീർത്താണ് കേട്ടോ പുതിയത്. റിമൈനിങ് സ്റ്റോൺ കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് കേട്ടോ. സോ അത് ഫീൽ ചെയ്താലാണ് അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു ഡെപ്ത് മനസ്സിലാവുന്നത്. നമ്മൾ ആ കാലത്തേക്ക് SGK പറഞ്ഞ പോലെ പോയി കഴിഞ്ഞാൽ കൂടുതൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ പോട്ടെ. പഴയൊരു അമ്പലം പോലെ ഉണ്ട് ഇത്. ഇത്ര ഉള്ളായിട്ടുള്ള ടെമ്പിള് ഇന്ത്യയിലുണ്ട്. പക്ഷെ ഇത് കുറച്ച് കണ്ടോ, ആ ഓറഞ്ച് കളർ സ്റ്റോൺസ് ഒക്കെ ഒരു റീബിൽഡ് ചെയ്തിട്ടുള്ള സ്റ്റോൺസാണ്. അടുത്ത സ്ഥലം കേട്ടോ. ഉണ്ട് കേട്ടോ. ഫുള്ള് സ്ട്രക്ചർ അതിന് മണ്ണിൻ്റെ ഉള്ളിൽ ഒരു കൂന് കൂട്ടിയിട്ടുണ്ട്. എവിടെ കേട്ടോ വന്ന് അലിഞ്ഞു പോയതാണത്. ഒരു സ്ട്രക്ചറായിരുന്നു കേട്ടോ. അത് ഒരു റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കും അവർ ബാക്കിയെല്ലാം കണ്ടെടുത്തിട്ടുണ്ട്. അവർ ഓരോന്ന് റീബിൽഡ് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്ത് വരും. ഒക്കെ ഇങ്ങനെ പിടിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. കുറേ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. ടെമ്പിളെ കഴിയാനായിരിക്കും. നമ്മളത് കണ്ടു, മെയിൻ സ്ഥലം കണ്ടു. ബിജുവിനെ കാണാനില്ല. നമ്മൾ ബിജുവിനെ തപ്പിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകണം. അതിൻ്റെ മുകളിൽ Rewind again. പുറപ്പെട്ട ചെട്ടിയാരല്ല മീനാക്ഷിപുരത്ത് ലോറിയുമായി എത്തിയത്. On the way, one manipulation. Walk out the house with my swagger, hop in that window, I got places to go. People to see, time is precious, I look at my Cartier out of control.